നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. രാത്രിയാത്രാ ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രാത്രികാല ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുന്നതിനായി മലപ്പുറം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ തിരൂർ സബ് RTO ഓഫീസ്, തിരൂർ ലയൺസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെ സുരക്ഷിത രാത്രിയാത്ര എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രാത്രികാല ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുന്നതിനായി മലപ്പുറം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ തിരൂർ സബ് RTO ഓഫീസ്, തിരൂർ ലയൺസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെ സുരക്ഷിത രാത്രിയാത്ര എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ജൂലൈ 7 വൈകുന്നേരം 4:30 തിരൂർ സിവിൽ സ്റ്റേഷനിൽ സബ് RTO ഓഫീസ് സമീപത്ത് വെച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ് ബോധവൽക്കരണ ഡിജിറ്റൽ വാൾ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരൂർ ജോയിന്റ് RTO അനസ് മുഹമ്മദ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ലയൺസ് ക്ലബ് പ്രതിനിധികൾ മുതലായവർ പങ്കെടുത്തു. പിന്നീട് രാത്രി 8 മണി മുതൽ താഴെപ്പാലം SBIക്ക് സമീപം വാഹനം തടഞ്ഞ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകി. സാമൂഹിക പ്രതിബദ്ധതയിൽ ലയൺസ് ക്ലബിന്റെ സഹായ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹെഡ്ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകി. അനധികൃത ലൈറ്റുകളുടെ ഉപയോഗം നിമിത്തമുള്ള സുരക്ഷാ പ്രശ്നങ്ങളും അതിൻ്റെ നിയമപ്രശ്നങ്ങളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിജിറ്റൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. കൂടാതെ ബോധവൽക്കരണ കാർഡും വിതരണം ചെയ്തു. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ രാംജി K കരൺ, നിസാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റഷീദ്, ഗഫൂർ, ഹിലാൽ, ഹരികൃഷ്ണൻ, KC മധു, വിവേക് രാജ്, അരുൺ, മുഹമ്മദ് ഷാ, രഞ്ജു R, ബ്രബിൻ, തിരൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ, സെക്രട്ടറി ബഷീർ മുല്ലശ്ശേരി, ട്രഷറർ ജയദേവൻ, വൈസ് പ്രസിഡന്റുമാരായ ഷാനവാസ്, സുരേഷ് ആൽമനാര, ജോയിന്റ് സെക്രട്ടറി ഷബീബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KPA റഹ്മാൻ, റീജിയണൽ ചെയർപേഴ്സൺ മനോജ് തുളുത്തിയിൽ, മറ്റു ലയൺസ് മെമ്പർമാർ മുതലായവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഇവിടെ നടത്തുന്ന സുരക്ഷിത യാത്ര, നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രി പലരുടെയും ശക്തമായ വെളിച്ചം അത് മറ്റ് പലരുടെയും ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിനെതിരെ ഒരു ബോധവൽക്കരണം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുമായി മുന്നോട്ട് വന്ന ലയൺസ് ക്ലബിന് നമ്മൾ ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. രാത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചെക്കിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ പോയിന്റുകളിലും നമ്മളുടെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും തിരൂർ RTO ഓഫീസിൻ്റെ കീഴിലുള്ള സ്ക്വാഡും ഇന്ന് നിലവിലുണ്ടാവും. ഹെഡ്ലൈറ്റ് ഡിമ്മ് ചെയ്യാതെ, അതുപോലെ തന്നെ വളരെ കണ്ണ് മങ്ങുന്ന രീതിയിലുള്ള ഓവറായിട്ടുള്ള ലൈറ്റ് ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളുടെ പരിശോധനയും, അതുപോലെ തന്നെ വാഹനങ്ങളുടെ വിൻസ്ക്രീനും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ മഴയുടെ സാഹചര്യത്തിൽ അവയുടെ കാര്യക്ഷമതയും പരിശോധിക്കുകയും ജനങ്ങളിലും ഡ്രൈവർമാരിലും ഒരു ബോധവൽക്കരണം നടത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുത്തതിന് ശേഷം നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് രാത്രികാല അപകടങ്ങൾ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. വെളിച്ചക്കുറവും അതുപോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചക്കൂടുതലും അപകടത്തിന് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ വാഹനത്തിൻ്റെ വെളിച്ചം മറ്റ് പലരുടെയും ജീവിതത്തിൽ ഇരട്ടായി മാറുമെന്നുള്ള ഒരു സന്ദേശമാണ് ലയൺസ് ക്ലബ്ബും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ബോധവൽക്കരണത്തിനായി ഞങ്ങൾ കൊടുക്കുന്ന മുദ്രാവാക്യം. അപ്പോൾ നമ്മളുടെ വാഹനത്തിലെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിച്ചാൽ ഈ 2 വീലേഴ്സ് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. റോഡിലുള്ള ഗട്ടറുകൾ പോലും ഈ എതിരെ വരുന്ന വാഹനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയാതെ ആ ഗട്ടറിൽ വീണ അപകടങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ പതിവായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റും ഞങ്ങളുടെ ഈ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു മാതൃകാപരമായ ഒരു തുടക്കം കൊടുക്കുകയാണ്. ലയൺസ് ക്ലബിൻ്റെ എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്തതിൽ അഭിനന്ദിക്കുകയും അവരുടെ പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോത്സാഹനം തരികയും ചെയ്യുന്നുണ്ട്. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.